1964-ലെ ശക്തമായ ചുഴലിക്കാറ്റിൽ ധനുഷ്കോടി നഗരം നശിച്ചു, ഒരിക്കൽ സമ്പന്നമായിരുന്ന സ്ഥലത്തിന്റെ അവശിഷ്ടങ്ങൾ അവശേഷിപ്പിച്ചു. ഇവിടെ റോഡിന്റെ രണ്ട് വശവും കടലാണ്, എന്നാൽ ഒരെണ്ണം ശക്തമായ തിരമാലകളാണ്. മറുവശം തടാകം പോലെയാണ്, മറുവശത്തെപ്പോലെ കനത്ത തിരമാലകളൊന്നുമില്ല. രാമായണമനുസരിച്ച് സീതയെ രക്ഷിക്കാനായി ശ്രീരാമൻ ലങ്കയിൽ രാമസേതു നിർമ്മിച്ച സ്ഥലമെന്ന നിലയിൽ ഇതിന് വളരെയധികം പുരാണ പ്രാധാന്യമുണ്ട്. ഇത് തീർത്ഥാടകർക്ക് ഒരു പുണ്യസ്ഥലമാക്കി മാറ്റുന്നു. ധനുഷ്കോടി എന്ന പേരിന്റെ അർത്ഥം വില്ലിന്റെ അവസാനം എന്നാണ്. ലങ്കയിലേക്കുള്ള ഇതിഹാസയാത്ര ആരംഭിച്ച സ്ഥലം കാണാനും ദൈവിക സാന്നിധ്യം അനുഭവിക്കാനും ധാരാളം ഭക്തർ ധനുഷ്കോടി സന്ദർശിക്കുന്നു. ധനുഷ്കോടിയിലെ ജനങ്ങൾ കൂടുതലും മത്സ്യത്തൊഴിലാളികൾ. കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരും വെള്ളത്തിനായുള്ള ചെറിയ കിണറുകളും വൈദ്യുതിക്ക് സോളാർ പാനലുകളും പോലുള്ള പരിമിതമായ വിഭവങ്ങളാൽ പിന്തുണയ്ക്കുന്നവരുമാണ്. അവിടത്തെ മനോഹരമായ റോഡും പരിസരവും ഞാൻ ആസ്വദിച്ചു. 1964-ലെ വിനാശകരമായ ചുഴലിക്കാറ്റിന് ശേഷം പ്രേതനഗരം ആയി പ്രഖ്യാപിക്കപ്പെട്ട ഈ നഗരം ഇപ്പോൾ മത്സ്യബന്ധന സമൂഹങ്ങളുടെ കേന്ദ്രവും വിനോദസഞ്ചാര കേന്ദ്രവുമാണ്. മുമ്പ് ഈ സ്ഥലത്ത് പള്ളിയും റെയിൽവേ സ്റ്റേഷനും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗ്രാമീണർ അടിസ്ഥാന അഭയകേന്ദ്രങ്ങളിൽ താമസിക്കുന്നു, വിനോദസഞ്ചാരികൾക്ക് ചെറിയ സാധനങ്ങൾ വിൽക്കുന്നു. ജലക്ഷാമം, കടലിന്റെ നിരന്തരമായ ഭീഷണി തുടങ്ങിയ വെല്ലുവിളികൾ നേരിടുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.